ീകരിക്കുന്ന ലോറിയിൽ അർജുൻ ഉണ്ടോ എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. അവിടെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വരവ് വലിയ പ്രതീക്ഷ നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പീരിയൻസ് എന്നത് അവരുടെ തൊഴിൽ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. ഒരു പക്ഷേ നേവി ഉദ്യോഗസ്ഥർക്കൊക്കെ സാങ്കേതികമായ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡൈവിംഗ് എന്നത് സാധ്യമല്ല. മാത്രവുമല്ല അവർക്ക് ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആണ്. തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ ഒന്നും തന്നെ തെരച്ചിലിന്റെ ഭാഗമാകാൻ അവർക്ക് സാധിക്കില്ല. അതേസമയം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പീരിയൻസ്ഡ് ആയ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ തൊഴിലിന്റെ ഭാഗമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ ആ നിലയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പുലർത്താൻ സാധിക്കുന്നത്. അവർക്കൊരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഈ ദൗത്യസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നു എന്നത് 12ാം ദിനത്തിലെ എടുത്തു പറയേണ്ട പ്രത്യേകത കൂടി തന്നെയാണ്. 12ാം ദിനം രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം ആരംഭിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്നത് വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരയിലെ തെരച്ചിൽ അത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും കഴിയുന്നത്ര തെരച്ചിൽ കരപ്രദേശത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ടോ? ഈ മഴ എത്രത്തോളം ശക്തമാണ് ഇപ്പോൾ അവിടെ, വിനേഷ്? അഭിലാഷ്, മഴ ശക്തമാണ്. മഴ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതാണ് ഒരു വലിയ പ്രശ്നം. എന്തായാലും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും കാര്യങ്ങൾ. കാരണം തുടർച്ചയായി നിൽക്കാതെ മഴ പെയ്യുന്നില്ല, പക്ഷേ ഇടയ്ക്ക് ഒരു വലിയ മഴ, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെയും ഈ അങ്കോള, അതുപോലെ തന്നെ ഈ അങ്കോള മുതൽ ഏകദേശം ഈ ഷിരൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശങ്ങളുണ്ട്. ആ മലമ്പ്രദേശങ്ങളിലും മറ്റും എങ്ങനെയാണ് മഴ ലഭിക്കുന്നത് എന്ന് അറിയില്ല. അവിടെ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്തായാലും അധികൃതർക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നീരൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇങ്ങനെ കുത്തിയൊഴുകുന്ന ഒരു അവസ്ഥയിൽ ഡൈവിംഗ് ചെയ്യാൻ പറ്റാതെ വരുന്നതും ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ഇവിടെ മഴയുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് വലിയൊരു മഴ പെയ്തതാണ്. ഒരു ഒറ്റപ്പെട്ട ഇടവിട്ടുള്ള മഴകളാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോഴിങ്ങനെ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മലയുടെ അങ്ങേ ഭാഗങ്ങളിലെല്ലാം തന്നെ, ആ ഭാഗത്തെല്ലാം തന്നെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രദേശമാണ്. മഴക്കാടുകളാൽ സമ്പന്നമായ ഒരു പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ മഴ എല്ലാ സമയങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് മഴ കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് തടയുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ മഴ സമയത്ത് ഇങ്ങനെ വെള്ളത്തിലിറങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് നാവികസേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത്. കാരണം ഡൈവിംഗ് കൃത്യമായി നടക്കണമെങ്കിൽ നീരൊഴുക്ക് കുറയണം, നോട്ട്സ് ഇനിയും കുറയണം. കാരണം ഇപ്പോൾ 6 മുതൽ 8 വരെയാണ് നോട്ട്സ് ഉള്ളത്, അഭിലാഷ്. കാരണം അങ്ങനെ വരികയാണ് ഒരു കാരണവശാലും ഇതിലേക്ക് ഡൈവിംഗ് ചെയ്യാൻ കഴിയില്ല. സാധാരണ നിലയിൽ നമുക്കറിയാം. അതാണ് വിനേഷ്, നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം അതാണ്. അത്രമേൽ വലിയ കുത്തൊഴുക്കാണ് ഇപ്പോഴും ആ നദിയിൽ ഉള്ളത്. സാധാരണ 5 നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ വെള്ളം അതിശക്തമായി ഒഴുകുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു വേഗതയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊന്നും ഒരു സംഘത്തിന് നിൽക്കുക എന്നതുപോലും സാധ്യമല്ല. അവരുടെ പൊസിഷൻ എപ്പോഴും മാറിപ്പോയിക്കൊണ്ടേ ഇരിക്കും. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ കടലിൽ ഒക്കെ അതിശക്തമായ തിരമാലകളെ അതിജീവിക്കുന്നവർ ആണ്. ദിവസങ്ങളോളം അപകടത്തിൽപ്പെട്ടു പോലും കടലിൽ നീന്തിയൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയൊരു പശ്ചാത്തലമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്നതാണല്ലോ. എങ്കിൽ പോലും ഈ പുഴയുടെ അടിത്തട്ടിലേക്കൊക്കെ അവർക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പരിശോധന അത് സാധ്യമാവുമോ എന്ന സംശയമുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. കാരണം ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇവരെ ഉപയോഗിച്ച് നോക്കുക, പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ച് നോക്കുക, പരമാവധി വിദഗ്ധരെ ഉപയോഗിക്കുക, പരമാവധി എക്യുപ്മെൻറ്റ്സുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തെരച്ചിൽ നടത്താൻ പറ്റും, എങ്ങനെ ലോറി പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു തീവ്ര ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊഴിലാളികളെ എത്തിച്ചത്. ഇവരുടെ ഒരു അസാധാരണമായ കഴിവും വൈദഗ്ധ്യവും കൃത്യമായി ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് നടക്കുക. കാരണം അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തു ചെയ്യും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഇന്ന്
മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രി റിയാസും അതുപോലെ തന്നെ AK ശശീന്ദ്രൻ ഉൾപ്പെടെ എത്തുന്നുണ്ട്. കർണാടക അധികൃതരുമായി ചർച്ച നടത്തും. കർണാടക ഇവിടെ പിന്നെ MLA ആയ സതീഷ് കൃഷ്ണ ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇതിൽ വളരെ സജീവമായി ഇടപെടുകയും രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിനെ കൃത്യമായി തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ഉത്തര കന്നഡയിലെ ജില്ലാ കളക്ടറായ ലക്ഷ്മിപ്രിയയും സജീവമായി സ്ഥലത്തുണ്ട്. എന്തായാലും ലോറി ഉയർത്തുക എന്നുള്ള മാത്രമാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ. നിലവിലുള്ള ആ ഒരു ദൗത്യമാണ്. അത് കൃത്യമായി തന്നെ പൂർത്തിയാക്കുക, അത് പൂർത്തീകരിക്കുക, അതിലേക്ക് എത്തിച്ചേരുക എന്ന്. ലോറിക്ക് അരികിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ലോറി ഇപ്പോഴും ലോറി ഉയർത്താൻ ആവാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കാരണം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നീരൊഴുക്ക്, ശക്തമായ നീരൊഴുക്ക് കുറയാതെ ഇനി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീരൊഴുക്ക് കൃത്രിമമായി തടഞ്ഞു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ പരിഗണനയിലുണ്ട്. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൂടുതൽ അങ്ങോട്ട് ഒഴുക്കില്ലാത്ത രീതിയിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുക എന്നുള്ളത്, ഇതൊക്കെ എത്രത്തോളം ശരിയാവും എന്നുള്ളത്, എത്ര സമയം കൊണ്ട് പൂർത്തിയാവും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇവരുടെ പരിഗണനയിലുണ്ട്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദഗ്ധരും എക്യുപ്മെൻസും എല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ഈ എല്ലാ സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും, ഒരു രക്ഷാ ദൗത്യം തന്നെയാണ് നടക്കുന്നത്. ഇത് എത്രത്തോളം ഫലം കാണും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം.